മറ്റ് സഹോദരിമാരോട് അവൾ പറഞ്ഞു, മരണമെന്നത് ലോകത്തിനു നേരെ കണ്ണുകൾ അടയ്ക്കുകയും ദൈവത്തിന് നേരെ അവ തുറക്കുകയും ചെയ്യുക എന്നതാണ്. അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവൾക്ക് രോഗീലേപനം നൽകി. എല്ലാവരോടും ക്ഷമ ചോദിച്ചു. മദറിൻ്റെ അനുഗ്രഹം അവൾ വാങ്ങിച്ചു. എല്ലാവരോടുമായി അവൾ പറഞ്ഞു, എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിക്കുക. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് 76-ാം വയസ്സിൽ 1457 മെയ് 22-ാം തീയതി അവളുടെ ജനനദിവസം തന്നെ അഗസ്റ്റീനിയൻ സഭയിൽ 46 വർഷം ത്യാഗോജ്വലമായ ജീവൻ നയിച്ച അവൾ തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. അവളുടെ മുറിയിൽ ദിവ്യപ്രഭ കൊണ്ട് നിറഞ്ഞു. ശരീരത്തിൽ നിന്ന് സുഗന്ധം പ്രസരിക്കുവാൻ തുടങ്ങി. മഠത്തിലെ മണി താനെ മുഴങ്ങി. അവളുടെ ആഗ്രഹപ്രകാരം മഠത്തിൽ പ്രവേശിച്ച് സന്യാസം ആരംഭിച്ചപ്പോൾ ധരിച്ച വസ്ത്രം തന്നെ അവളെ മരണശേഷം അണിയിച്ചു. അനേകം അത്ഭുതങ്ങളാണ് അവളുടെ മധ്യസ്ഥതയിൽ അന്ന് തന്നെ ഭക്തർക്ക് ലഭിച്ചത്. ഭൗതിക ശരീരം തൊട്ടപ്പോൾ റീത്തായുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ കൈക്ക് സൗഖ്യം ലഭിച്ചു. കൈയും കാലും അനക്കാൻ വയ്യാതെ അസുഖബാധിതനായ ഒരുവൻ മൃതശരീരം അടക്കം ചെയ്ത പെട്ടിയിൽ സ്പർശിച്ചപ്പോൾ ഉടൻ അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു. മരിച്ച് 560ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ശരീരം അഴുകാതെ ഇരിക്കുന്നു. അന്ന് ധരിച്ച വസ്ത്രങ്ങൾ കേടുകൂടാതെ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്.